മലയോര ജനതയ്ക്ക് ഏറ്റവും വലിയ ഓണസമ്മാനമായി കേരള സർക്കാർ നൽകിയ പട്ടയ ചട്ട ഭേദഗതി കൃഷിക്കാരന്റെ ആത്മാഭിമാനം വാനോളം ഉയർത്തുന്നത് തന്നെയാണ്. 1960 ഭൂപതിവ് നിയമത്തിന് ചട്ടങ്ങൾ നിർമ്മിച്ചത് 1964 കോൺഗ്രസ് സർക്കാരാണ്. കൃഷി ചെയ്യുന്നതിനും വീട് വെക്കുന്നതിനും മാത്രമായി പട്ടയാവകാശം ചുരുക്കി. കുടിയേറ്റ കർഷകർ മണ്ണിൽ പൊന്നു വിളയിച്ച ഭക്ഷ്യക്ഷാമം അകറ്റുകയും നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ച് വിദേശ നാണയം തേടുകയും ചെയ്യുകയായിരുന്നു. തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കപ്പെട്ടു. തങ്ങളുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. തൊഴിൽശാലകളും സഹകരണ സാമ്പത്തിക സ്ഥാപനങ്ങളും ചെറുനഗരങ്ങളും ഉയർന്നു വന്നു. ഇതെല്ലാം ഉപയോഗിക്കപ്പെട്ടത് തങ്ങൾക്ക് സ്ഥിരാവകാശം കിട്ടിയ പട്ടയ ഭൂമിയിലാണ്. പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും നേരിട്ടുകൊണ്ടാണ് കർഷകർ അന്ന് കുടിയേറ്റം സാധ്യമാക്കിയത്. വന്യമൃഗ ആക്രമണം മൂലവും മലമ്പനി, ചെള്ളുപനി തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചും അനേകർ ജീവൻ വെടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ബന്ധുക്കളും പിന്മുറക്കാരുമാണ് മലയോര മേഖലയെ ഇന്ന് കാണുന്ന രൂപത്തിൽ വികസിപ്പിച്ചെടുത്തത്. നിരന്തരമായ ത്യാഗത്തിന്റെയും കണ്ണീരിന്റെയും കഷ്ടപ്പാടിന്റെയും കഥയാണ് മലയോര കർഷകരുടെ ചരിത്രം തന്നെ. ഈ കൃഷിക്കാർക്ക് അവരുടെ കൈവശ ഭൂമിക്ക് പട്ടയം ലഭ്യമാക്കിയത് സൗജന്യമായിട്ടായിരുന്നില്ല. പലപ്പോഴും വലിയ പ്രക്ഷോഭങ്ങൾ തന്നെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അന്ന് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയ നിയമങ്ങൾ ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഇടയാക്കി. 1961 മുതൽ 82 വരെ കോൺഗ്രസ് ഭരിച്ച കാലങ്ങളിൽ 12 തവണ ഇടുക്കി ജില്ലയിൽ കുടിയൊഴിപ്പിക്കൽ നടത്തി. പോലീസ് മർദ്ദനങ്ങളിൽ അനവധി കൃഷിക്കാർ മരിക്കുകയും നിരവധി പേർ കള്ളക്കേസിൽ പ്രതികളായി ഫോറസ്റ്റുകാരുടെയും പോലീസുകാരുടെയും ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തു. ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. ആകെ 12ഓളം കുടിയൊഴിപ്പിക്കലുകളാണ് വിവിധ ഘട്ടങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകളിൽ ഇടുക്കി ജില്ലയിൽ നടത്തിയിട്ടുള്ളത്. 61 അയ്യപ്പൻ കോവിലിൽ ആയിരക്കണക്കിന് കർഷകരെ കുടിയൊഴിപ്പിച്ചു. കുടിയേറ്റ കർഷകരെ വനം കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന സമീപനമാണ് ഇക്കൂട്ടർ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. കുടിയേറ്റവും കയ്യേറ്റവും രണ്ടാണ് എന്നും കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷവും ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു. മലയോര കർഷകരെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാലം കടന്നുപോയപ്പോൾ സമ്പത്തിന്റെ വർധനവും മതങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളും എല്ലാം കപട വിശ്വാസങ്ങളും എല്ലാം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ എണ്ണം മലയോര മേഖലയിൽ വർദ്ധിപ്പിച്ചതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എങ്കിലും കർഷക ദ്രോഹം സ്ഥിരമായി കൊണ്ടു നടന്ന കോൺഗ്രസും സഖ്യകക്ഷികളും ചില്ലറയൊന്നുമല്ല മലയോര ജനതയെ ദ്രോഹിച്ചിട്ടുള്ളത്. അതിന്റെ ചരിത്രം പരിശോധിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. പട്ടയ നിയമം ഭേദഗതി ചെയ്തപ്പോൾ നിയമസഭയിൽ പിന്തുണയ്ക്കുകയും വെളിയിൽ വന്ന് അതിനെതിരായിട്ട് പ്രചരണം നടത്തുകയും ചെയ്തത് UDF തന്നെയാണ്. ഈ ബില്ലിൽ ഗവർണർ ഒപ്പിടാതിരിക്കാൻ വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും UDF സ്വീകരിക്കുകയും ചെയ്തു. UDF-നോടൊപ്പം ചില പരിസ്ഥിതിവാദികളും കർഷകരുടെ പേരിലെ ചില സംഘടനകളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന ഗവർണർ ഒപ്പുവെക്കുന്നതിന് തടസ്സമുണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇക്കൂട്ടർ പറയുന്നത് സർക്കാരിന്റെ പണപ്പിരിവും കൊള്ളയും നടത്താൻ വേണ്ടിയാണ് ക്രമീകരണങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ്. നടക്കുന്നത് കൊള്ളയും അഴിമതിയുമാണ് എന്ന് ഇടുക്കി MP-യുടെ നേതൃത്വത്തിൽ UDF-ഉം കവണ പരിസ്ഥിതിവാദികളും ചില കർഷക സംഘടനകളും വേണ്ടി വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UDF-നെ അവഗണിച്ച് കൃഷിക്കാരെ സഹായിക്കാൻ LDF തീരുമാനിച്ചത് അവർക്കിടയിൽ കടുത്ത ആശാഭംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടയം ചട്ടലംഘനം ലംഘിച്ച് നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധിച്ചതിനെ തുടർന്നാണ് ഈ നടപടികളിലേക്ക് സർക്കാരിനെ പോകേണ്ടി വന്നത്. അതുകൊണ്ട് വാണിജ്യ വ്യാവസായിക നിർമ്മാണങ്ങൾക്ക് 3000 ചതുരശ്ര അടിയിൽ കൂടുതലുള്ള കെട്ടിടത്തിന് ചെറിയ ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇത് സൗജന്യമാക്കുമെന്ന് UDF പ്രഖ്യാപിച്ചത് കാപട്യം തന്നെയാണ്. മുമ്പ് നടത്തിയ വഞ്ചനകളുടെയും തുടർച്ചയും സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ബലിയാടാക്കി സമ്പന്ന വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒളിച്ചുകളിയുമാണ്. ജനങ്ങൾക്കിടയിൽ സർക്കാർ വിരുദ്ധ വികാരം വളർത്തിയെടുക്കാനെന്നുള്ള അധികാര മോഹികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്.